PSCയുടെ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള മാത്സ് ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്ന നമ്മുടെ PYQ കില്ലർ സീരീസിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയിട്ടുള്ളത് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇന്ന് അത്രത്തോളം ടഫ് അല്ല, ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ ഈസി ലെവലിലുള്ള ഒരു ചോദ്യം പേപ്പറാണ്. അതിലെ 10 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ സെഷനിലൂടെ നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് ഇസ്മായിൽ കാലടി. വെൽക്കം ടു ഇസു മാത്ത് അക്കാദമി യൂട്യൂബ് ചാനൽ. ഈ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു സീരീസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ മാത്സ് ചോദ്യങ്ങൾ ചെയ്യും. അത് മാത്രമല്ല, അതേ പാറ്റേണിലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സിന്റെ ചോദ്യ പേപ്പർ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും. ഇസു മാത്ത് അക്കാദമി എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നമ്മൾ ഇതുവരെ നൽകിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അപ്പോൾ ഇതുപോലെ ഇനി ഇടാൻ പോകുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിക്വസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ കൂടുതൽ പേരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് LP UP NCA ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ ഈ സൈലത്തിൽ ഞാൻ വന്ന ശേഷം എന്താണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കൂടുതലും സൈലത്തിലുള്ള കുട്ടികളാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഓപ്ഷൻസ്. ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഹോം, വീഡിയോസ്, ഷോർട്സ്, ലൈവ്. അതിൽ ആ ലൈവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നേരെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ സൈലത്തിൽ ഞാൻ വരുന്നതിന് മുന്നേ നടന്ന മിക്കവാറും എല്ലാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സോൾവിങ് അവിടെ തന്നെ കാണും. അത് പരീക്ഷ കഴിഞ്ഞ ഒരു അരമണിക്കൂറിനിടയിൽ ലൈവായിട്ട് ഇടുന്ന ക്ലാസ്സുകളാണ്. എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. 24 ഫെബ്രുവരി നടന്ന എക്സാം ആയിരുന്നു. ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പൊ അതിൽ 10 മാത്സ് ആൻഡ് മെന്റബിലിറ്റി ചോദ്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇനിയും റിക്വസ്റ്റ് ചെയ്യാം. അതുപോലെ കുറെ പേര് റിക്വസ്റ്റ് ചെയ്ത് എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ 2 ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പം വരണ്ടെന്ന് കരുതിയിട്ട് അത് മനഃപൂർവ്വം ഡ്രോപ്പ് ചെയ്തതാണ്. നമുക്ക് ഇനി ഒരു വീക്കിന്റെ ഇടയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലോ എക്സൈസ് ഓഫീസർ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 2 1/2 3 1/3 പ്ലസ് 4 1/4 കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ്. 3 മിശ്ര ഭിന്നങ്ങൾ മിക്സഡ് ഫ്രാക്ഷൻസ് കൂട്ടിയാൽ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും എന്നാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻസ് കൂട്ടാനുള്ള എളുപ്പ വഴി എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻസ് കൂട്ടാനുള്ള എളുപ്പ വഴി സംഖ്യകൾ മാത്രം എടുത്ത് കൂട്ടുക. അതായത് ഇതിലുള്ള സംഖ്യകൾ 2 3 4 ഇത് 3 കൂട്ടുക. 2 + 3 + 4 എത്രയാണ്? 2 + 3 + 4 9. പിന്നെ എന്ത് ചെയ്യുക? ഭിന്നസംഖ്യയുടെ പാർട്ട് അത് മാത്രം എടുത്ത് കൂട്ടാം. അത് പാർട്ടിൽ എന്തൊക്കെയുള്ളത്? 1/2 1/3 1/4. അപ്പൊ ഇത് 3 കൂടെ കൂട്ടണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താവണം? 2 3 4 അവയുടെ ലസാഗു കണ്ടിട്ട് ഛേദമെല്ലാം ആ ലസാഗുവിലേക്ക് മാറ്റേണ്ടി വരും. അതായത് എല്ലാ ഛേദങ്ങളും തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ഭിന്നസംഖ്യകൾ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ 2 3 4 ലസാഗു നമുക്ക് അറിയാം, മനസ്സിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. 12 ആണ് ലസാഗു. അപ്പൊ അത് വെറുതെ നമുക്ക് 12 ആക്കി പോകാൻ പറ്റുമോ? ഇല്ല. അത് 12 ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പർ കൊണ്ട് നമ്മൾ ആ ഭിന്നസംഖ്യയെ മൊത്തത്തിൽ ഗുണിച്ചിട്ട് മേലെയുള്ള അംശത്തിലുള്ള നമ്പർ മാറിയിട്ടുണ്ടാവും. 1/2 × 12 ചെയ്യേണ്ടി വരും. അതേപോലെ 1/3 × 12 ചെയ്യേണ്ടി വരും. അതേപോലെ 1/4 × 12 ചെയ്യേണ്ടി വരും. അപ്പം 1/2 × 12 ചെയ്താൽ അവിടെ 6 ആയി. 1/3 × 12 ചെയ്താൽ അവിടെ 4 ആയി. 1/4 × 12 ചെയ്താൽ അവിടെ 3 ആയി. ഹരിക്കണം 12 അവിടെ ഉണ്ടാവും. അപ്പൊ 6 4 3 കൂട്ടിയാൽ എത്ര? 6 4 10 3 13/12 ഇവിടെയും കിട്ടും. ഇവിടെ 13/12 അവിടെ 9 കിട്ടും. അപ്പൊ ഈ 13/12 എന്ത് തരം ഭിന്നസംഖ്യയാണ്? സാധാരണ ഭിന്നാണോ? അല്ല. കാരണം മേലെയാണ് വലിയ നമ്പർ. മേലെ അല്ലെങ്കിൽ അംശത്തിൽ ചെറിയ നമ്പറും ഛേദത്തിൽ വലിയ നമ്പറും വന്നാൽ അതാണ് അതൊരു സാധാരണ ഭിന്നാവുന്നത്. ഇതൊരു വിഷമ ഭിന്നമാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇംഗ്ലീഷിൽ പറയുന്ന സാധനമാണ്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വീണ്ടും മിക്സഡ് ആക്കാം. ഇങ്ങനെ കൂട്ടിയിട്ട് നമുക്ക് അഥവാ ഒരു വിഷമ ഭിന്നമാണ് കിട്ടിയതെങ്കിൽ അതിനെ വീണ്ടും ഒരിക്കൽ കൂടെ മിശ്രഭിന്നമാക്കുക. 13/12 നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? 1 1/12 എന്ന് എഴുതാം. എങ്ങനെ ഡിവൈഡ് ചെയ്തു? 13 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു തവണ പോവും. ശിഷ്ടം 1, ശിഷ്ടം മേലെ എഴുതി, ഉത്തരം നടുവിൽ എഴുതി. 1 1/12. ഇനി നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് പോവാം. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 1 1/12 ഉണ്ട്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും ഉത്തരം കിട്ടുക? 9 + 1 1/12 9 1 കൂട്ടിയാൽ 10 10 1/12 ആയിരിക്കും നമ്മുടെ ഉത്തരം.
ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻസ് മിശ്രഭിന്നങ്ങൾ കൂട്ടാനും കുറക്കാനുള്ള ചോദ്യങ്ങൾ വന്നാൽ രണ്ടിലും ഇതേ ഐഡിയ യൂസ് ചെയ്യാം. സംഖ്യകൾ മാത്രം എടുക്കുക, ഭിന്നസംഖ്യകൾ മാത്രം എടുക്കുക, ഈ രണ്ട് ഉത്തരങ്ങൾ കൂടെ ഒരുമിച്ച് വെക്കുക. ഇവിടെ നമുക്ക് പ്ലസ് ഉത്തരമാണ് കിട്ടിയത്, അപ്പൊ അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. ഇവിടെ അഥവാ മൈനസ് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഇതും തമ്മിൽ മൈനസ് ചെയ്തിട്ട് ഉത്തരം എടുക്കേണ്ടി വന്നേനെ. ഇവിടെ 9ഉം ഇവിടെ 1/12 രണ്ടും കൂടെ കൂട്ടി 10/1/12 ആയിരിക്കും ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ കാണാം, 100⁻3 ഇൻറ്റു 1000⁻5 ഇൻറ്റു 10⁻x ആയാൽ എക്സിന്റെ വില എത്ര? അപ്പൊ വീണ്ടും ഒരു എക്സ്പോണന്റിന്റെ ചോദ്യം വന്നു. ഞാൻ പറഞ്ഞു ഇക്കൊല്ലം നടന്ന എല്ലാ പരീക്ഷയിലും എക്സ്പോണന്റ് ചോദ്യം വന്നിട്ടുണ്ട്. 7-8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞു, പ്രിലിംസ് അടക്കം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിലും എക്സ്പോണന്റിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, കൃത്യംഗങ്ങളുടെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെയും കൃത്യംഗത്തിന്റെ ഒരു ചോദ്യമാണ്. ഇവിടെ 100, ഇവിടെ 1000, ഇവിടെ 10. അപ്പൊ അവിടെ 10⁻x ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ ലെഫ്റ്റ് സൈഡിൽ ഇടത്ത് വശത്തുള്ളതിനെയും നമുക്ക് എന്തായാലും 10 ആക്കി എഴുതാൻ പറ്റും. കാരണം ഇവിടെ 10 ഉണ്ടെങ്കിൽ ഇവിടെയും എന്തായാലും 10 ഉണ്ടാവും, കാരണം അത് രണ്ട് ഈക്വൽ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 100നെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി നോക്കാം. 100നെ എങ്ങനെ മാറ്റാം? 10ന്റെ വർഗം 10 സ്ക്വയർ എന്ന് എഴുതാം, അതിന്റെ മേലെ 3. അടുത്തത് 1000 ആണ്. 1000നെ നമുക്ക് 10ന്റെ പവർ ആയിട്ട് എങ്ങനെ എഴുതാം? 10⁻3 എന്ന് എഴുതാം. 10⁻3 അതിന്റെ മേലെ 5. ഇവിടെ കൃത്യംഗങ്ങളുടെ ഒരു നിയമം അല്ലെങ്കിൽ രണ്ട് നിയമങ്ങൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ നിയമം, ഒരു പവറിന്റെ മേലെ വേറൊരു പവർ വന്നാൽ, ഒരു കൃതിയുടെ മേലെ വേറൊരു കൃതി വന്നാൽ എന്താ ചെയ്യാ? അവര് തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യുക. പവറിന്റെ മേലെ പവർ ഗുണിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ 10⁻6 എന്ന് കിട്ടും. അപ്പുറത്ത് 2 × 3 6, അപ്പുറത്ത് 3ന്റെ മേലെ 5, 3 × 5 15 എന്ന് വരും. ഇതും കിട്ടിയല്ലോ. ഇനി നമ്മൾ കൃത്യംഗത്തിലെ വേറൊരു നിയമം യൂസ് ചെയ്യാണ്. ബേസ് അല്ലെങ്കിൽ ആധാരം തുല്യമായ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? പവർ തമ്മിൽ കൂട്ടും. ഇവിടെ എന്താണോ പവേഴ്സ് അത് തമ്മിൽ കൂട്ടും. 6ഉം 5ഉം അങ്ങ് കൂട്ടാം. 6 + 15, 5 അല്ല 15, 6 + 15 10⁻21 എന്ന് കിട്ടും. അതായത് ഈ ഭാഗം മൊത്തം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10⁻21 ആണ്. അപ്പുറത്ത് എന്താ ഉള്ളത്? അപ്പുറത്തുള്ളത് 10⁻x ആണ്. അതായത് 10⁻21ഉം 10⁻x തുല്യമാണ്. ഇനി ഏത് കണ്ണുപൊട്ടനും നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തി. 10⁻21ഉം 10⁻x തുല്യമാണെങ്കിൽ എക്സിന്റെ വില എത്ര? എക്സിന്റെ വില 21. എക്സിന്റെ വില 21 ആയിരിക്കും. അതിന് നേരെ എക്സ് ഉണ്ട്, അപ്പൊ എക്സിന്റെ വില 21 ആയിരിക്കും. ഓപ്ഷൻ എ 21 ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ കൃത്യംഗങ്ങളുടെ ചോദ്യം വന്നാൽ ഇതുപോലെ ഈക്വൽ ടു ഇട്ടിട്ട് എന്തെങ്കിലും സോൾവ് ചെയ്യാനുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, രണ്ട് സൈഡിലുമുള്ള ബേസ് അല്ലെങ്കിൽ ആധാരം എന്തായാലും തുല്യമായിരിക്കും. അതിലൊരു സംശയവും വേണ്ട, എന്തായാലും തുല്യമായിരിക്കും, അല്ലാതെ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബേസ് തുല്യമാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ 10 ഉണ്ട്, അപ്പൊ ഇതിനെയും 10 ആക്കി എഴുതാം. ആ രീതിയിൽ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വില കിട്ടും. എക്സിന്റെ വില 21 എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35, 35ാം പദം 15. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം എത്ര? അപ്പൊ ഇത് ബൈ ഹൈറ്റ് ചെയ്ത് പഠിക്കാറുണ്ട് ചിലവർ. ഇങ്ങനെ നമ്പർ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും വന്നിട്ടുണ്ടെങ്കിൽ പൊതുവ്യത്യാസം ഇത്രയാണ് എന്ന് ബൈ ഹൈറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. എന്താണ് സമാന്തര ശ്രേണി? ഒരു തുല്യമായ ഗ്യാപ്പിൽ പോകുന്ന ഒരു ശ്രേണിക്ക് നമ്മൾ പറയുന്ന പേരാണ്. ഗ്യാപ്പ് സെയിം ആയിരിക്കും, കുറയാം കൂടാം, ഗ്യാപ്പ് സെയിം ആയിരിക്കും, ഡിഫറൻസ് സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസത്തിന് നമ്മൾ ഇടുന്ന പേരാണ് പൊതുവ്യത്യാസം, ഡി എന്ന് പറയുന്നത്. അപ്പൊ 15ാമത്തെ പദവും 35ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ 35 - 15 ആയിരിക്കും. എത്രയാണത്? 20. 20 എന്തായിരിക്കും? 20 ഡി ഉണ്ടാവും. 35ാമത്തെ പദത്തിൽ നിന്നും 15ാമത്തെ പദം കുറച്ചാൽ, ഇത് നമുക്ക് നേരിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനത്തെ ഏത് ടേം വന്നാലും ഈ രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഇതിന് ഇനി ഇക്വേഷൻ ഒന്നും ഉണ്ടാക്കാൻ പോവാൻ നിൽക്കണ്ട. a⁻7 - a⁻2 എത്രയെന്ന് വെച്ചാൽ നമുക്ക് പറയാം 5d. ഉറപ്പിച്ചങ്ങ് പറയാം, കൂടുതൽ ആലോചിക്കേണ്ട. 7 - 2d. ഇനി a⁻10 - a⁻3 എത്രയാണെന്ന് ചോദിച്ചാൽ a എന്ന് പറഞ്ഞ ടേം ആണ്. 10ാമത്തെ പദത്തിൽ നിന്നും 3ാമത്തെ പദം കുറച്ച് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ 7d ആണ്. അത് നമുക്ക് വേഗം എഴുതാം.
അതിന് ഇനി വേറെ ആലോചിച്ച് അതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കേണ്ടെന്ന് ആവശ്യമില്ല. സമാന്തര ശ്രേണിയാണെങ്കിൽ ഈ പദങ്ങളുടെ ടേമിന്റെ വ്യത്യാസം അത്രയും ഡി ആയിരിക്കും. 20d ആണ് ഈ സംഭവം. 35ാമത്തെ പദം എന്താണ്? 35ാമത്തെ പദം 15 ആണ്. ഇനി 15ാമത്തെ പദോ അത് 35 ആണ്. അപ്പൊ 35 - 15 എന്നാവും. അതായത് 20d എന്ന് പറഞ്ഞാൽ -20 ആയിരിക്കും. 20d എന്ന് പറഞ്ഞാൽ -20 ആണ്. കാരണം 15ൽ നിന്നാണ് 35 കുറക്കുന്നത്. അപ്പൊ -20 ആണ്. ഡിയുടെ വില ചോദിച്ചാൽ d = -20/20. 20 ഇങ്ങോട്ട് വരും. -20/20 എത്രയാണ്? -1. ഓപ്ഷൻ സി ആണ് ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. ഇവിടെ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക, ബൈഹേർട്ട് ചെയ്യാതെ. ബൈഹേർട്ട് ചെയ്താൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് അത് പിന്നെ ഓർമ്മ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയാത്തത്. ഉത്തരം D -1 ആയിരിക്കും. അടുത്തത് എയുടെ 30%, ബിയുടെ 20% ആയാൽ a + b = b - a എത്ര എന്ന് ചോദിച്ചു. a + b = b - a. അപ്പൊ ഇത് കാണാൻ എന്ത് വേണം? ആദ്യം നമ്മൾ എയും ബിയും എത്രയെന്ന് വേണം. എയും ബിയും ഒരു റേഷ്യോയിലാണ്. അപ്പൊ എയുടെയും ബിയുടെയും കറക്റ്റ് വിലയില്ല. എയും ബിയും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു റേഷ്യോ കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ തന്ന കാര്യം ഒന്ന് എഴുതി നോക്കാം. a × 30% = b × 20%. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഇവിടെയും ശതമാനം ഉണ്ട്, ഇവിടെയും ശതമാനം ഉണ്ടെങ്കിൽ ആ ശതമാനം ഒഴിവാക്കാം. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഈ പെർസെൻറ്റേജിന്റെ ചിഹ്നം ഞാൻ അങ്ങ് ഒഴിവാക്കി. രണ്ട് സൈഡിലും പെർസെൻറ്റേജ് ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, പ്ലസ് ആണെങ്കിൽ ചെയ്യാൻ പറ്റൂലേ. മൾട്ടിപ്ലിക്കേഷൻ ഗുണനത്തിൽ അവിടെയും ഇവിടെയും 2% ഉണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് ഞാൻ കളയുക. a 30 b 20 ഈക്വൽ ആണ്. a/b, ആ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ 20 അവിടെ വെച്ചിട്ട് ഈ ബി 30 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? 20/30. വെട്ടി ചെറുതാക്കുമ്പോൾ 2/3. a × 30 b × 20 തുല്യമാണെങ്കിൽ a/b നേരെ തിരിഞ്ഞാണ് വരിക. 20/30 എന്ന് വരും. 2/3. ആ 0 ഈ 0 വെട്ടി 2/3. ഇതെങ്ങനെ വന്നത് മനസ്സിലായില്ലേ? ഈ ബി അവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ്. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. ഈ 30 ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ്. അപ്പൊ ഇത് താഴോട്ടാണ് പോവുക. ഇവിടെ ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷനിലുള്ളത് ഗുണനത്തിലുള്ളത് ഹരണമാവും, ഹരണത്തിലുള്ളത് ഗുണനമാവും. നേരെ ഓപ്പോസിറ്റ് സിമ്പിൾസിലേക്ക് മാറും. അപ്പൊ നമുക്ക് 2/3 എന്ന് കിട്ടി. ഇനി അത് നേരെ അതിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എയും ബിയും കിട്ടിയല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. a + b 2 + 3. അപ്പുറത്തെ സൈഡില് b - a, b 3 ആണ്. 3 - 2 5:1 എന്ന് വരും. 2 + 3 5, 3 - 2 1, 5:1. ഓപ്ഷൻ ഡി ആയിരിക്കും ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ ഡി 5:1 ആയിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 5ാമത്തെ ചോദ്യം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യന് ഇതേ ഉണ്ടായിട്ടുള്ളായിരുന്നു. കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. ബോംബെ എന്ന് പറഞ്ഞാൽ 52 ആണെങ്കിൽ ഡൽഹി എന്താണ്? ഓക്കെ, ഡൽഹി എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. അപ്പം നോർമലി ഇങ്ങനെ ഒരു കുറച്ച് വലിയ നമ്പർ 50 or 30 തന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ആൽഫബറ്റിന്റെ പൊസിഷൻ എല്ലാം കൂടെ കൂട്ടുമായിരിക്കും. അപ്പോൾ ബോംബെയിലുള്ള എല്ലാ ആൽഫബറ്റിന്റെയും കൂടെ പൊസിഷൻ കൂട്ടിയാൽ, പൊസിഷൻ വാല്യൂ കൂട്ടിയാൽ എത്ര കിട്ടും നോക്കാം. 2 + 15 + 13 + 2 + 1 + 25. ഇത് കൂട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടണം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 15ഉം 25ഉം എത്രയായി? 40 ആയി. 40ഉം 15ഉം 65, 55. 55ഉം ഇത് എത്രയായി? 55ഉം 3ഉം 58 എന്ന് വരും. 58. അപ്പൊ ഇതുപോലെയുള്ള ആൽഫബറ്റിന്റെ കോഡുകൾ ഒറ്റയടിക്ക് ഇങ്ങനെ ടേബിൾ എഴുതി A to Z 26 വരെ എഴുതി നോക്കാതെ പഠിക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഞാൻ ലിങ്ക് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി അത് കണ്ടു പഠിക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ 58 ആണ്, അവിടെ 52 ആണ്. അപ്പൊ 6 കുറച്ചൊന്ന് സ്വാഭാവികമായിട്ടും തോന്നും. പക്ഷെ 6 എവിടുന്ന് വന്നു എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് കോഡിംഗ് ക്വസ്റ്റ്യനിലൊക്കെ. വെറുതെ എന്തെങ്കിലും ഒരു നമ്പർ നമുക്ക് നമ്പർ സീരീസിൽ കുറക്കുന്ന പോലെ കുറക്കാൻ പറ്റില്ല ഇവിടെ. അപ്പൊ ഈ 6 വന്നത് ഈ ബോംബെയിൽ എത്ര ആൽഫബറ്റ് ഉണ്ട്? എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? ബി ഉണ്ട്, O ഉണ്ട്, M ഉണ്ട്, B ഉണ്ട്, A ഉണ്ട്, Y ഉണ്ട്. 6 ആൽഫബറ്റ് ഉണ്ട്. ആ വേർഡിൽ എത്ര ആൽഫബറ്റുകൾ ഉണ്ടോ ആ എണ്ണമാണ് നമ്മൾ കുറച്ച് 52 ആക്കി വെച്ചിട്ടുള്ളത്.
അങ്ങനെ തന്നെ കിട്ടണം, കാരണം ഇത് സ്ഥിരം വരുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ അടുത്ത് വേറൊരു പരീക്ഷയിലും ഇതേ ക്വസ്റ്റ്യൻ വന്നു. നമ്മൾ നിങ്ങൾ പറഞ്ഞ സിവിൽ എക്സൈസിന്റെ പരീക്ഷയിലും ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ, ആ ആൽഫബറ്റിൽ എത്ര വേർഡ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ആൽഫബറ്റ് ഉണ്ട് എണ്ണീട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. 58 നിന്ന് നമ്മൾ 6 കുറക്കുന്നത്. ആ 6 വന്നത് എവിടെ നിന്നാണെന്ന് ഓർമ്മ വേണം. ആ 6 വന്നത് ബോംബെയിൽ 6 ആൽഫബറ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 6 കുറച്ചു. വെറുതെ 6 കുറക്കില്ല, കാരണം അങ്ങനെ കുറച്ചാൽ ഡൽഹി നമ്മുടെ തെറ്റും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ഡൽഹിയിലേക്ക് പോവാം. ഡൽഹിയിൽ എത്ര ആൽഫബറ്റിന്റെ കോഡുകൾ എത്ര വരുന്നു നോക്കാം. ഡി എത്രയാണ്? ഡി 4 ആണ്, ഇ 5 ആണ്, എൽ 12 ആണ്, എച്ച് 8 ആണ്, ഐ 9 ആണ്. അങ്ങനെ എഴുതാൻ പഠിക്കണമെങ്കിൽ ആ വീഡിയോ കണ്ട് ഒരു 3 പ്രാവശ്യം കണ്ട് പഠിക്കാം. ഓക്കെ, 4 + 5 + 12 + 8 + 9 എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 9 9 18, 18 12 30 30 38. ഇവിടെ നമ്മൾ എത്ര കുറക്കുന്നത്? നേരത്തെ കുറച്ച പോലെ 6 കുറച്ചിട്ടുണ്ടെങ്കിൽ തെറ്റും, കാരണം 32 ഓപ്ഷനിലുണ്ട്. അതാണ് ഞാൻ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഡൽഹിയിൽ നമുക്ക് 5 ആൽഫബറ്റേ ഉള്ളൂ, ഡി ഇ എൽ എച്ച് ഐ 5 ആൽഫബറ്റേ ഉള്ളൂ. അപ്പൊ 38 നിന്ന് ഞാൻ 5 കുറക്കാം. 38 നിന്ന് 5 കുറച്ചാൽ 33 ആണ് വരിക. ഓപ്ഷൻ സി ആണ് വരിക. സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ആൽഫബറ്റ് പൊസിഷൻസ് എടുത്ത് അതെല്ലാം കൂടെ കൂട്ടി അതിൽ നിന്ന് ആൽഫബറ്റുകൾ എത്ര എണ്ണം ഉണ്ടോ ആ നമ്പർ കുറച്ചു. ബോംബെയിൽ 6 ഉള്ളതുകൊണ്ട് 6 കുറച്ചു, ഡൽഹിയിൽ 5 ഉള്ളതുകൊണ്ട് 5 കുറച്ചു. അപ്പൊ നമ്മുടെ ഉത്തരം 33 ആണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. 6000 രൂപക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യനിലെ വർഷമല്ല എന്നത്, മാസമാണ്. അപ്പൊ മാസത്തിന് എങ്ങനെ വർഷമാക്കാം? മാസത്തിനെ വർഷമാക്കാൻ 12 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇങ്ങനെ വരും, 6000 ഇൻറ്റു 6% അല്ലേ, അപ്പൊ 6/100 ഇൻറ്റു എത്രയാണ് മാസം? 10 മാസം. അതിനെ വർഷമാക്കുമ്പോൾ 10/12 എന്ന് വരും. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയാം. എന്തൊക്കെ വെട്ടാം? ഇവിടെ 2 0, ഇവിടെ 2 0, ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 12 ഉണ്ട്. 6ൽ 6 ഒരു തവണ, 12ൽ 6 2 തവണ. ഓക്കെ ആണല്ലോ. അപ്പൊ 60നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 60നെ 2 കൊണ്ട് ഹരിച്ചാൽ 30 ആണ്. 30 × 10 എന്ന് വരും. 30 × 10 എത്ര? 300. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 300 രൂപയായിരിക്കും. അപ്പൊ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. SI സാധാരണ പലിശ. സാധാരണ പലിശ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? PNR/100. P മുതല് N വർഷം, 6 പലിശ നിരക്ക്. അപ്പൊ N മാസത്തിലായതുകൊണ്ട് അതിനെ വർഷത്തിലേക്കാക്കാൻ 12 കൊണ്ട് ഹരിച്ചു. 7 മാസമാണ് 7/12, 5 മാസമാണ് 5/12. ഇനി ദിവസത്തിന്റെ പോസിബിലിറ്റി വരാം. 100 ദിവസം എന്ന് തന്നിട്ടുണ്ട്, എന്ത് ചെയ്യും? 365 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100 ദിവസം എന്നാണ് തന്നതെങ്കിൽ 100/365 ചെയ്യാം. അതിനെ വർഷമാക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. സംഖ്യകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ സംഖ്യകളെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് 19ന്റെ സ്ക്വയർ ആണ്, ഇത് 15ന്റെ സ്ക്വയർ ആണ്, ഇത് 25ന്റെ സ്ക്വയർ ആണ്. ഈ തന്നിട്ടുള്ള നമ്പർ 391 ഒരു നമ്പറിന്റെയും സ്ക്വയർ അല്ല. അപ്പൊ ഇതെങ്ങനെ എഴുതാൻ പറ്റി? 20 വരെയുള്ള വർഗ്ഗങ്ങൾ ബൈ ഹേർട്ട് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, ഷുവർ ഷോർട്ട് ആയിട്ട് അറിഞ്ഞിരിക്കണം. വേറെ ഒരു വഴിയില്ല. 1 മുതൽ 20 വരെയുള്ള വർഗ്ഗങ്ങൾ എഴുതി പഠിക്കുക. ഏത് പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിലും അത് ആദ്യം തന്നെ പഠിച്ചിരിക്കണം. കാരണം ഇപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ, ഇത് 19ന്റെ വർഗ്ഗമാണെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം 19ന്റെ വർഗ്ഗം എന്താണെന്ന് അറിയണ്ടേ, നല്ല പറ്റുള്ളൂ. അപ്പൊ അത് പഠിച്ചിരിക്കണം. 25 പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ്. 15, 25, 35 ഒക്കെ വേഗത്തിൽ കാണാവുന്ന രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. 391 എന്താണ്? ഒന്നിന്റെയും വർഗ്ഗമല്ല. അപ്പൊ ഇതിൽ ഒറ്റയാൻ ഓപ്ഷൻ എ 391. 3 വർഗ്ഗമാണ്, 1 പൂർണ്ണവർഗ്ഗമല്ല. കൂട്ടത്തിൽ പെടാത്തത് 391, ഓപ്ഷൻ എ. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും മിനിറ്റ് സൂചിക്ക് വേഗത കൂടുതലാണ്, വലിയ സൂചിക്ക് വേഗത കൂടുതലാണ്. മിനിറ്റ് സൂചിയുടെ വേഗത എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. എത്രയാണ് വേഗത? 1 മിനിറ്റിൽ 6 ഡിഗ്രി സഞ്ചരിക്കും. 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത് മിനിറ്റ് സൂചി.
എന്നാൽ അതേ സമയം മണിക്കൂർ സൂചി മെല്ലെ പോകുന്ന ഒരാളാണ്. ഒന്ന് വേണമെങ്കിൽ മുയലാണെന്ന് പറയാം, മറ്റേത് ആമയാണെന്നും പറയാം. ആമ മെല്ലെ പോകുന്നുള്ളൂ. അപ്പൊ മണിക്കൂർ സൂചി നമുക്ക് പറയാം 1 മിനിറ്റിൽ, ഈ രണ്ട് നമ്പേഴ്സ് ഓർമ്മ വേണേ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്. 0.5 ഡിഗ്രി അല്ലെങ്കിൽ 1/2 ഡിഗ്രി എന്ന് പറയാം, 1/2 ഡിഗ്രി. ഇവിടെ 1 മിനിറ്റിൽ 6 ഡിഗ്രി പോകുമ്പോൾ ഇയാൾ 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയെ പോവുള്ളൂ. ഇതാരാണ്? രണ്ടാമത് പറഞ്ഞത് മണിക്കൂർ സൂചിയാണ്. ഇതും ഓർമ്മയിൽ ഉണ്ടാവുക, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മണിക്കൂർ സൂചി. മറ്റേതാരാണ്? മറ്റേത് മിനിറ്റ് സൂചി, വലിയ സൂചി. മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ വെറും 1/2 ഡിഗ്രി അല്ലെങ്കിൽ 0.5 ഡിഗ്രി മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. ആ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്താ ചോദ്യം? 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയുമെന്നാണ് ചോദ്യം. മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ആണെങ്കിൽ 40 മിനിറ്റിൽ 40 × 6 ചെയ്യാം, 240 ഡിഗ്രി സഞ്ചരിക്കും. ഓപ്ഷൻ ഡി 240 ഡിഗ്രി ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. ഇതേ ക്വസ്റ്റ്യൻ മണിക്കൂർ സൂചി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 40 × 1/2 എന്ന് ചെയ്യേണ്ടി വരും. 40 × 1/2 ചെയ്താൽ 20 ഡിഗ്രി എന്നായിരിക്കും ഉത്തരം. ഇത് 240, ഇത് 20 ആയിരിക്കും ഉത്തരം വരിക. അപ്പൊ അത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും ഓർമ്മിച്ച് വെക്കുക. 6 ഡിഗ്രി 1/2 ഡിഗ്രി. ഓക്കെ ആണല്ലോ. മൂവിങ് ഓൺ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങ് ആണ്. ഒരു സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങ് എടുത്താൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? അപ്പൊ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കാം. എക്സിന്റെ വ്യുൽക്രമം എത്ര? 1/x ആണ്. തിരിച്ചിടുക, അംശത്തിനെ ഛേദമാക്കുക, ഛേദത്തിനെ അംശമാക്കുക. ഇവിടെ തന്നിട്ടുള്ള എന്താണ്? വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ് ആര്? സംഖ്യ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, x = 1/x × 16 എന്ന് എഴുതാം. വ്യുൽക്രമം 1/x ആണ്. അതിനെ 16 മടങ്ങ് എന്ന് പറഞ്ഞാൽ 16 കൊണ്ട് ഗുണിച്ചാൽ എന്താണോ കിട്ടുന്നത് അതാണ് സംഖ്യ. ഇതിൽ നിന്ന് x എടുക്കാലോ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ x × x വരും. x × x 16 എന്ന് കിട്ടും. x ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ 16 മാത്രമായി. x² 16 ആയി. അപ്പൊ x എത്ര? 16ന്റെ റൂട്ട്, 16ന്റെ വർഗ്ഗമൂലം 4. ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിന്റെ ഉത്തരം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇട്ടിട്ട് വെരിഫൈ ചെയ്തിട്ട് നോക്കുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സിമ്പിൾ ചോദ്യമാണ്. ഒരു സംഖ്യ എന്താണ്? അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്. എക്സ് ആണ് സംഖ്യയെങ്കിൽ 1/x ആണ് വ്യുൽക്രമം. 1/xന്റെ 16 മടങ്ങ് എടുത്താൽ എക്സ് കിട്ടണം. അങ്ങനെ വരുന്ന എക്സിന്റെ വില എത്ര? 4 ആയിരിക്കും. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. 6⁻15ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? ഇതിന്റെ ഉദ്ദേശം എന്താണ്? 6⁻15, അതായത് 6നെ ഞാൻ 15 തവണ ഗുണിച്ചു. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ ആ നമ്പറിലെ അവസാനത്തെ ഡിജിറ്റ്, യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷ്, യൂണിറ്റ് ഡിജിറ്റ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റ അക്കം എന്ന് സിമ്പിൾ ആയിട്ട് പറയാറുണ്ട്. 6⁻15ന്റെ ഒറ്റയക്കം. ഇത് SCERT-യിൽ നിന്ന് നേരെ എടുത്ത ക്വസ്റ്റ്യൻ ആണ്. SCERT-യിൽ സെയിം വാല്യൂ ഉണ്ട്. 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ. ആ ക്വസ്റ്റ്യൻ നേരെ എടുത്തതാണ്. അപ്പൊ 6⁻15ന്റെ ഒറ്റയക്കം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6⁻15ന്റെ ഒറ്റയക്കം 6 തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കാം ഇതിന്റെ റൂൾസ്. ബേസിക്സ് അറിയാത്തവർക്ക് വീഡിയോ ഐ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ യൂണിറ്റ് ഡിജിറ്റ് മാത്രം ക്ലാസ് ചെയ്തിട്ട് മുമ്പ് അത് കാണാം. ഇതിൽ നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്ര ഓർമ്മിച്ച് വെക്കുക: 0, 1, 5, 6. ഈ 4 നമ്പേഴ്സിന്റെ മേലെ എന്ത് പവർ ഇട്ടാലും ആ ഡിജിറ്റ് തന്നെ വരും. അതായത് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാം. 110⁻15. ഇനിയിപ്പോ ഞാൻ 15 ഇടുമ്പോൾ ഇത് 15ന് മാത്രമേ പറ്റുള്ളൂ എന്നൊരു സംശയമൊന്നും വേണ്ട. ഏത് നമ്പർ ഇട്ടാലും 120⁻120 എന്ന് തന്നെ ഇട്ടുന്നതായിരിക്കും. ഇതിന്റെ ഒക്കെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഇവിടെ ലാസ്റ്റ് 0 ആയതുകൊണ്ട്, ഇതിന്റെ ഒക്കെ യൂണിറ്റ് ഡിജിറ്റ് 0 തന്നെ ആയിരിക്കും. ഈ ഒരു പരിപാടി നടക്കുന്നത് 4 അക്കങ്ങളിലാണ്. 0ക്കും 1നും 5നും 6നും മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഡിജിറ്റിനോ അത് കുറച്ച് വലിയ മെത്തേഡാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു പഠിച്ചിട്ട് വരാൻ പറഞ്ഞ്. 4 കൊണ്ട് ശിഷ്ടം എടുത്തിട്ട് ശിഷ്ടം യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഈ അക്കങ്ങൾ വന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അത് തന്നെ ആയിരിക്കും. 6ന്റെ മേലെ എന്ത് പവർ ഇട്ടാലും ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. 1ന്റെ മേലെ എന്ത് പവർ ഇട്ടാലും ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 5ന്റെ മേലെ എന്ത് പവർ ഇട്ടാലും ലാസ്റ്റ് ഡിജിറ്റ് 5 തന്നെ ആയിരിക്കും. 6ന്റെ മേലെ എന്ത് പവർ ഇട്ടാലും 6 തന്നെ ആയിരിക്കും. ആ ഒരു പോയിന്റ് എങ്കിലും ഓർത്തിരിക്കുക. മറ്റേതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അറിയാത്തവര്
പഠിക്കേണ്ട കാര്യമാണ്, ആവശ്യമുള്ള കാര്യമാണ്. അതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ തീരൂല. അപ്പം അതുകൊണ്ട് ആ സമയം കിട്ടുകയാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ നോട്ട്സ് എഴുതി വെക്കാം. അപ്പോൾ ഇന്നത്തെ കില്ലർ സീരീസിലെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇടും. എന്നിടുക വെള്ളി അല്ലെങ്കിൽ ശനി ഇടും. കഴിഞ്ഞ ആഴ്ചത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ കീ ഇപ്പം ഇന്നോ നാളൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അത് കിട്ടാത്തവർക്ക് അതും എടുക്കാം. അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് അതും കാണാം. വീഡിയോസിലും ബാക്കോട്ട് പോയാൽ അതും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളെ യൂട്യൂബിൽ എല്ലാ ബുധനാഴ്ചയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലിൽ വന്ന് നോക്കുക ഇയാൾ വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ വന്നിട്ട് എന്നെ മെസ്സേജ് അയച്ചിട്ട് പറയാം എവിടെയോ വീഡിയോ, വെറുതെ വാഗ്ദാനം നൽകി മുങ്ങാണോ എന്ന് ചോദിക്കാം നിങ്ങൾക്ക്. കാരണം ഞാൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച, അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. PYQ കില്ലർ സീരീസുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്. താങ്ക് യു.